എല്ലാ ദൈവജനത്തിനും കർത്താവിൽ ഉള്ള സ്നേഹവന്ദനത്തെ ഓർപ്പിക്കുന്നു. ദൈവം മനുഷ്യനെ വലിയവ ചെയ്യുവാനായി ഉണ്ട് എന്ന് തിരുവചനങ്ങളിലൂടെ നാം പഠിക്കുന്നു, അറിയുന്നു. ഈ സമയം നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലുത് എന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളെല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടു. ദൈവത്താൽ നിർമ്മിതമായ ഒരു ശരീരമാണ് മനുഷ്യൻ്റേത്. മനുഷ്യൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കരമുണ്ട് എന്ന് നമുക്കറിയാം. നിശ്ചയമായിരിക്കുമ്പോൾ തന്നെ മനുഷ്യനെ ദൈവം ആത്മാവ് നൽകപ്പെട്ടിട്ടുണ്ട്. ആത്മാവ് ദൈവം ഒരുക്കപ്പെട്ടത് മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് ആണ്. ആ ഹൃദയത്തിൻ്റെ ഇടിപ്പ് നിന്നാൽ മനുഷ്യൻ ജീവനില്ലാത്ത ദേഹിയായി തീരുന്നു എന്ന് നമുക്ക് അറിയാം. എന്നാൽ നിരൂപണങ്ങൾ ഉളവാകുന്ന ഒരിടമാണ് ഹൃദയം. ആ ഉറവ് എന്ന് പറയപ്പെടുമ്പോൾ അതിനകത്ത് ദൈവവചനം ചിന്തിക്കുവാനും ദൈവവചനത്തിൽ ആശ്രയിപ്പാനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുമുള്ള മനുഷ്യന് ദൈവം നൽകിയ ഒന്നാണ് ഹൃദയം. അതിനകത്ത് നല്ല ചിന്തകൾ, നല്ല ആശയങ്ങൾ കടന്നു വരണമെന്ന് ദൈവം കണ്ടു. ആ നല്ല ചിന്തകൾ കടന്നു വരുവാൻ വേണ്ടി സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുവാൻ സൃഷ്ടിയെ ദൈവം ഒരുക്കി വച്ചിരിക്കപ്പെടുമ്പോൾ ആ ദൈവത്തിൻ്റെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ് അവനെ അണിയിച്ചിരിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നു. ആ തേജസ്സിനെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ അതികാഠിന്യമായി തീർന്നു എന്ന് കാണുവാൻ കഴിയുന്നു. പാപ ജീവിതങ്ങളിൽ, മറ്റു പ്രലോഭനങ്ങളിൽ വിശുദ്ധിക്ക് വിപരീതമായ നിലകൊള്ളുന്നത്, മദ്യത്തിനും ലഹരി പദാർത്ഥത്തിനും വേണ്ടിയുള്ളതായ ഇച്ഛകൾ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ അകത്തു നിന്ന് ആ നിരൂപണ മണ്ഡലങ്ങളിലൂടെ മനുഷ്യനെ വഷളാക്കുന്നത്, മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനാകിയാൽ ആ ദൈവ തേജസ്സിൽ നിന്നും ദൈവിക സമാധാനത്തിൽ നിന്നും, അതായത് നിത്യരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയാത്ത തരത്തിലുള്ള നിലവാരങ്ങളിൽ അവൻ്റെ ഹൃദയ നിരൂപണങ്ങളെ ലോകത്തിൻ്റെതായ മോഹങ്ങൾക്ക് പ്രലോഭനം സൃഷ്ടിക്കുന്ന ഘടകങ്ങൾക്ക് അവനായി പോകുന്നു എന്ന് കാണാൻ കഴിയുന്നു. ഓരോ ദൈവജനത്തെയും ഓരോ പ്രിയപ്പെട്ടവരെയും നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അവരുടെ ജീവിതത്തിനകത്ത് പ്രലോഭനങ്ങൾ വന്നു. പ്രാരംഭ നാളുകളിൽ അവിടെ വിദ്യാഭ്യാസമോ മറ്റു സ്റ്റാൻഡേർഡുകളോ ഒന്നും നോക്കാറില്ല. ദൈവത്തോട് അടുത്ത് വരുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരെ ദൈവം ലോകം അറിയുമാറാക്കുന്ന അനുഭവത്തിൽ ദൈവം ഉയർത്തും. എന്നാൽ ലോകത്തിലെ പ്രഭുക്കന്മാരെ മാനിക്കുവാൻ വേണ്ടിയിട്ട് ലോക ജനതയ്ക്ക് അവരുടെ മുൻപാകെ ജഡത്തിൻ്റെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് ആത്മീയ നഷ്ടപ്പെടുത്തുന്ന ഒട്ടനവധി മനുഷ്യൻ ഭൂമിയിൽ ഉണ്ട് എന്ന് പ്രിയ സഹോദരങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്ന പ്രിയരെ, നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട അനുഭവമാണ്. നാം ബഹുമാനിക്കുകയും നാം ബഹുമാനം കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തികളെ, സഹോദരന്മാരാകട്ടെ, സഹോദരിമാരാകട്ടെ, മക്കളാകട്ടെ, മകനോ മകളോ അല്ലെങ്കിൽ മറ്റു പ്രിയപ്പെട്ടവരാകട്ടെ,
നാം ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, നമ്മുടെ റിലേറ്റീവ്പ്പെട്ടവരാകട്ടെ, ഇവരൊക്കെ ഓരോ തരങ്ങളിലും ഓരോ തരത്തിലും പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ അകപ്പെട്ടു പോകുന്ന അനുഭവം നാം കാണാറുണ്ട്. ഏതിലെങ്കിലും ഒന്നിൽ തെറ്റിപ്പോകുന്ന അനുഭവസ്ഥരാണ് മനുഷ്യൻ. എന്നാൽ ഇന്നത്തെ ചിന്തക നോക്കുക. ഒരു കുടുംബത്തിനകത്ത് അപ്പനോ അമ്മയോ മക്കളോ ഉണ്ടെങ്കിൽ അവരുടേതായ ഹൃദയത്തിനകത്ത് അവർക്കാർക്കും ഗണിക്കുവാനോ ചിന്തിക്കുവാനോ ഇച്ഛിക്കുവാനോ കഴിയാത്ത തരത്തിലുള്ള നിരൂപണങ്ങൾ ഉണ്ട്. ആ നിരൂപണങ്ങളുടെ ലക്ഷ്യമെന്ന് വെച്ചാൽ സ്വാർത്ഥ താല്പര്യത്തിൽ കടക്കുക. വളരെ ക്രിസ്തീയ കുടുംബങ്ങൾക്കകത്തും അല്ലാതെയുള്ള കുടുംബങ്ങൾക്കകത്തും നാം കണ്ടുകൊണ്ടിരിക്കുന്ന മരണത്തിൻ്റെ സംഖ്യ, മരണത്തിൻ്റെ അനുഭവങ്ങൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ഇടങ്ങളിൽ മരണം 16, 17, 12, 13, 14 വയസ്സായ പെൺപിള്ളേർ, ആൺപിള്ളേർ ഒക്കെ മരണത്തിലേക്ക് പോകുന്ന കണക്ക്. എന്താണ്? അവരുടേതായ സ്വാർത്ഥ താല്പര്യം ഹൃദയത്തിനകത്ത് രൂപപ്പെട്ട് അവരുടേതായ കാര്യം സ്വായത്തമാക്കുവാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഹൃദയത്തിൻ്റെ നിരൂപണത്തിൻ്റെതായ പശ്ചാത്തലത്തിൽ മനുഷ്യൻ പോകുമ്പോൾ അവനെ കൊണ്ടു നിർത്തിക്കുന്നത് മദ്യ ലഹരി പദാർത്ഥങ്ങളുടെ അനുഭവസ്ഥയായി സ്ത്രീയെന്നോ പുരുഷന്മാരെന്നോ യുവാവെന്നോ യുവതിയെന്നോ കൗമാരക്കാരെന്നോ വ്യത്യസ്തമില്ലാതെ എല്ലാവരെയും പാപത്തിലേക്ക് പ്രലോഭിപ്പിക്കുന്ന ഒരു ഘടകത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവജനം നാം ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട അനുഭവസ്ഥരായി മാറേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഇന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും പല ഘട്ടങ്ങളിലും പരാജയങ്ങൾ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അത് നാം മനസ്സിലാക്കിയിട്ട് ആ പരാജയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ വേണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം ദൈവത്തിന് പ്രസാദമുള്ളത് ചിന്തിക്കണം. യഹോവയായ ദൈവം ന്യായപ്രമാണത്തിൽ പറയുന്നു, നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആരാധിക്കണം. കഴിഞ്ഞ കാലങ്ങളുടെ പാപത്തിൻ്റെ പ്രലോഭനങ്ങളിലും നമ്മുടെ മാതാപിതാക്കൾ പിന്തുടർന്നതായ പാരമ്പര്യ ശക്തികളിലേക്കും പോകുന്ന ഒരു അനുഭവസ്ഥയായി മാറാതെ അതിൽ നിന്ന് വ്യത്യസ്തമായ മനുഷ്യനായി നാം മാറണമെന്നുള്ള ഒരു തീരുമാനം നമുക്കുണ്ട്. നന്മതിന്മകളെ തിരഞ്ഞെടുക്കേണ്ടത്, നന്മതിന്മകളെ അറിയുവാനും മനുഷ്യനെ ദൈവം ദിവ്യ ജ്ഞാനം നൽകി. എപ്രകാരം, എവിടെ നിന്നാണ് ആ ജ്ഞാനം നൽകിയത്? വിശുദ്ധ വേദപുസ്തകം പറയപ്പെടുന്നു, വചനം യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. അവ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. പാപം അവനെ പിന്തുടരുവാൻ ദൈവിക ജ്ഞാനം അനുവദിക്കുന്നില്ല. പാപത്തിൽ പ്രവേശിപ്പാൻ ദൈവത്തിൻ്റെ വചനം അനുവദിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ വചനം പാപിയായ മനുഷ്യനെ സ്നേഹിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമത്തി എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. വിശുദ്ധ വേദപുസ്തകം പറയപ്പെടുന്നു, ഈ നാളിൽ നീയും നിൻ്റെ സമാധാനത്തിനുള്ളത് അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും അത്യാവശ്യം സമാധാനം. സമാധാനം എവിടെ നിന്ന് ലഭ്യമാകുന്നു? ക്രിസ്തുവിൽ നിന്ന് ലഭ്യമാകുന്നു. ക്രിസ്തുവിൽ നിന്ന് എന്ന് പറയുമ്പോൾ ക്രിസ്തു നൽകിയ ആ വചനത്താൽ, ക്രിസ്തുവിൻ്റെ സാക്ഷ്യങ്ങളാൽ, ക്രിസ്തു നൽകിയ ആത്മാവിനാൽ നമുക്ക് സമാധാനം ലഭ്യമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് അതിപ്രധാനമേറിയ ആ സമാധാനം ദൈവത്തിൽ നിന്ന് കിട്ടും. അത് വരണമെങ്കിൽ നമ്മുടെ ഹൃദയ നിരൂപണങ്ങൾ ദൈവവചനപ്രകാരം ഒരുക്കമുള്ളത് ആയിരിക്കണം. ഈ രാത്രിയിൽ പറയുവാനുള്ളത്, ഓരോ പകൽക്കാലവും പറയുവാനുള്ളത്, രാത്രിയെന്നോ പകലെന്നോ വ്യത്യസ്തമില്ലാതെ ഓരോ മനുഷ്യനോടും പറയുവാനുള്ളത്, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം നമ്മെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല എന്ന് ഇന്ന് നാം മനസ്സിലാക്കേണ്ടതായി ഉണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ ഇറങ്ങി വരുന്നു. അതുകൊണ്ട് ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത
വലുത് എന്നും അവൻ്റെ വിചാരങ്ങളുടെ നിരൂപണങ്ങളെല്ലാം ഇപ്പോഴും ദോഷമുള്ളതെന്നും ദൈവം കണ്ടു. ദുഷ്ടത ഒരുവനെ ചതിക്കുന്ന, ഒരുവനെ തകർക്കുവാനുള്ള മനോഭാവം വിട്ടുമാറി ഒരു ദൈവ പൈതലായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കണം. അതിനുവേണ്ടി നമുക്ക് ഏൽപ്പിച്ച് കൊടുക്കാം. ദൈവം സ്നേഹമാകുന്നു. ഏത് വിഷയത്തിൻ്റെ നടുവിലും ദൈവാത്മാവ് പ്രവർത്തിപ്പാൻ ശക്തനായി ഉണ്ട്. ആ ദൈവം സൃഷ്ടിച്ച ആ മനുഷ്യൻ നേർമയുള്ളവനായി മാറേണ്ടത് ആവശ്യമാണ്. ഇന്ന് നേർമയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. യേശുവിൻ്റെ അടുക്കൽ ചില വ്യക്തികൾ വന്നു. അവരുടെ വിഷയത്തിന് നടുവിൽ യേശു മറുപടി നൽകി. സർവശക്തനാ ദൈവം മറുപടി നൽകി. പിറുപിറുപ്പുകാരുടെ ഹൃദയത്തെ, അവരുടേതായ പിറുപിറുപ്പുകളെ മനസ്സിലാക്കിയ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നവരെ ദൈവം കണ്ടു. ദൈവത്തെ അന്വേഷിക്കാത്തവരെ ദൈവം കണ്ടെത്തി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം നാം ദൈവത്തെ അന്വേഷിക്കുന്നവരാണോ? ഈ പകൽക്കാലം നാം ദൈവത്തെ അന്വേഷിക്കുന്നവരാണോ? പകലൊന്നോ രാത്രിയൊന്നോ വ്യത്യസ്തമില്ലാതെ ഏതെങ്കിലും സമയങ്ങളിൽ നാം ദൈവത്തെ അന്വേഷിക്കുന്നവരാണോ എന്ന ഒരു തീരുമാനം നമ്മിൽ ഉണ്ടാകേണ്ടത് ആവശ്യം. ഈ സന്ദേശം കേൾക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു രൂപാന്തരം, ഒരു വിശുദ്ധി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതേ കർത്താവേ, എൻ്റെ സ്ഥിതികൾക്ക്, എൻ്റെ അവസ്ഥകൾക്ക്